Hello, good morning everyone. How are you all? So we have started the second module. On the next module, emerging trends. So we have discussed about AR in the previous class. So today we are going to discuss about virtual reality VR. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയ മോഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ARും അതിൻ്റെ ഫീച്ചേഴ്സും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. ഇനി നോക്കാൻ പോകുന്നതാണ് വിർച്വൽ റിയാലിറ്റി. ഓക്കെ, സോ ഇറ്റ്സ് യൂസ് ഓഫ് കമ്പ്യൂട്ടർ ടെക്നോളജി ടു ക്രിയേറ്റ് എ സിമുലേറ്റർ എൻവയോൺമെൻറ്റ്. AR പോലെ തന്നെ ഒരു സിമുലേറ്റർ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. Unlike traditional user interfaces, VR places the user inside an experience. Instead of viewing a screen in front of them, users are immersed and able to interact with the 3D world or object. ഇപ്പോൾ നമ്മൾ സ്ക്രീനിലെ ഡീറ്റാസ് കാണുന്നതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് 3D വേൾഡ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഇൻറ്ററാക്ഷനാണ് വിർച്വൽ റിയാലിറ്റിയിൽ കൊണ്ടുവരുന്നത്. ശരിക്കും നമ്മൾ എവിടെയാണോ നിൽക്കുന്നത്, നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന അതേ ഫീൽ ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ARൻ്റെ വീഡിയോസും VR വീഡിയോസും ഒക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ വേറൊരു പ്ലേസിലെ അസ്യൂം ആണ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ 3D ഒബ്ജക്ട്സും ഗ്ലാസും എല്ലാം നമ്മളിങ്ങനെ നമ്മുടെ അടുത്ത് നമ്മുടെ അതേ ഫീലിങ്ങിനോടുകൂടി നമുക്ക് കാണുന്നതും കേൾക്കുന്നതും പോലെ തോന്നും. അപ്പോൾ ആ ഒരു ടെക്നിക്കിനെയാണ് വിർച്വൽ റിയാലിറ്റി. എന്നാൽ ഇറ്റ് ഈസ് വിർച്വൽ, ഇറ്റ് ഈസ് നോട്ട് റിയൽ. ഓക്കെ, റിയൽ അല്ല, ഒരു വിർച്വലി നമുക്ക് അങ്ങനെ എല്ലാം കാണിച്ചു തരും. Then the basics of how VR works. So every headset is used to perfect their approach to creating an immersive 3D environment. Immersive 3D environment is a headset equipments ഒക്കെ ആവശ്യമുണ്ട്. Each VR headset puts up a screen in front of eyes, thus eliminating any interaction with the real world. അപ്പോൾ VR ഹെഡ്സെറ്റ് എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഐയുടെ അടുത്ത് ഒരു സീനിൻ്റെ എലിമിനേഷനാണ്, ഒരു സീനിൻ്റെ ക്രിയേഷൻ സംഭവിക്കും. അപ്പോൾ ബാക്കിയുള്ള റിയൽ വേൾഡുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് എല്ലാം എലിമിനേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ എക്യുപ്മെൻറ്റ്സിൽ നിന്ന് വരുന്ന ഒരു വിഷ്വലായിരിക്കും നമ്മുടെ കണ്ണിൽ കിട്ടുക. ഓക്കെ, 2 ഓട്ടോഫോക്കസ് ലെൻസസ് ആർ ജനറലി പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ സ്ക്രീൻ ആൻഡ് ഐസ് ദാറ്റ് അഡ്ജസ്റ്റ് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ ഐ മൂവ്മെൻറ്റ് ആൻഡ് പൊസിഷൻ. അപ്പോൾ 2 ഓട്ടോഫോക്കസ് ലെൻസസ് ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. അതെവിടെയാണ്? ബിറ്റ്വീൻ ദ സ്ക്രീൻ ആൻഡ് ഐസ്. ആ ഒരു സ്ക്രീനിനും നമ്മുടെ ഐസിനും ഇടയിൽ 2 ഓട്ടോഫോക്കസ് ലെൻസസ് വിൽ ബി ദെയർ. എന്നിട്ട് നമ്മുടെ ഐ മൂവ്മെൻറ്റിനനുസരിച്ച് അത് പൊസിഷൻ ചെയ്യാം. ദ വിഷ്വൽസ് ഓൺ ദ സ്ക്രീൻ ആർ എൻറ്റേർഡ് എയ്തർ ബൈ യൂസിങ് മൊബൈൽ ഫോൺ ഓർ HDMI കേബിൾ കണക്റ്റഡ് ടു എ PC. പിന്നെ ഈ സ്ക്രീനിലുള്ള വിഷ്വൽസിൽ എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്? ഒരു HDMI കേബിൾ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ വഴിയായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ദ ഫ്രെയിം റേറ്റ് ഓഫ് മിനിമം 60 FPS ആൻഡ് ഈക്വലി കോമ്പീറ്റൻറ്റ് റിഫ്രഷ് റേറ്റ് ആൻഡ് മിനിമം 100-degree ഫീൽഡ് ഓഫ് വ്യൂ ഈസ് റിക്വയർഡ് ഫോർ എ ട്രൂ വൺ. ആ VR റിക്വയർമെൻ്റ് ആയിട്ടുള്ള മെഷർമെൻ്റാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തന്നെ പഠിച്ചു നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് ആപ്ലിക്കേഷൻസ്. വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് VR ആൻഡ് വിച്ച് ആർ ദ ഏരിയാസ് വി ആർ യൂസിങ് ദ VR? ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി, ഹെൽത്ത് കെയർ, റീറ്റെയിൽ, ടൂറിസം, റിയൽ എസ്റ്റേറ്റ്, അഗ്രികൾച്ചർ, ഗാംബ്ലിംഗ്, ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇത്രയും ഫീൽഡിലാണ് നമ്മൾ വിർച്വൽ റിയാലിറ്റി ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. Big data. So what is big data? Big data is also data but with a huge size or volume and yet growing exponentially with time. അതായത് നമുക്കൊരു സെറ്റ് ഓഫ് ഡേറ്റാസ് ഉണ്ട്, അത് ടൈമിനനുസരിച്ച് വീണ്ടും ആ ഡേറ്റാസ് എല്ലാം കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, നമുക്ക് ഒരുപാട് ഡേറ്റാസ്, മച്ച് ഡേറ്റ വി നീഡ് ടു അനലൈസ് എ പെർട്ടിക്കുലർ തിങ്. ഇപ്പോൾ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഡേറ്റാസ് ഹോൾഡ് ചെയ്ത് വരുമ്പോഴാണ് ബിഗ് ഡേറ്റ യൂസ് ചെയ്യുന്നത്. അത് ടൈം വേരിയൻസിനനുസരിച്ച് അഡീഷണൽ ഡേറ്റാസ് അതിലോട്ട് ആഡ് ചെയ്തും കൊണ്ടിരിക്കും. സോ ഇൻ ഷോർട്ട്, സച്ച് ഡേറ്റ ഈസ് സോ ലാർജ് ആൻഡ് കോംപ്ലക്സ് ദാറ്റ് നൺ ഓഫ് ദി ട്രഡീഷണൽ ഡേറ്റ മാനേജ്മെൻറ്റ് ടൂൾസ് ആർ ഏബിൾ ടു സ്റ്റോർ ഇറ്റ് ഓർ പ്രോസസ് ഇറ്റ് എഫിഷ്യൻ്റ്ലി. ഓക്കെ, ഒരു ട്രഡീഷണൽ ഡേറ്റ മാനേജ്മെൻറ്റ് ടൂളും ഈ ബിഗ് ഡേറ്റ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ബിഗ് ഡേറ്റ എന്ന് പറയുന്നത് അത്രയ്ക്കും ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റയെ, കോംപ്ലക്സ് ആൻഡ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ലാർജ് ഡേറ്റയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. സോ ബെനിഫിറ്റ്സ് ഓഫ് ബിഗ് ഡേറ്റ പ്രോസസ്സിംഗ് മീൻസ് ബിസിനസ് ക്യാൻ യൂട്ടിലൈസ് ഔട്ട്സൈഡ് ഇൻ്റലിജൻസ് വൈൽ ടേക്കിംഗ് ഡിസിഷൻസ്. ബിസിനസ് ഏരിയയിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട് അതിന് നമ്മളുടെ ഫീൽഡോട്ട് റിലേറ്റ് ചെയ്ത് ഔട്ട്സൈഡ് ഇൻ്റലിജൻസ് ഒക്കെ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനൊരു അനലൈസിസ് സ്റ്റഡി നടത്താൻ ബിഗ് ഡേറ്റ സഹായിക്കും. ഇംപ്രൂവ്ഡ് കസ്റ്റമർ സർവീസ്, അതുവഴി കസ്റ്റമർ സർവീസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. Early identification of risk to the product or services if any.
അപ്പോൾ എന്താ നമ്മുടെ പ്രോഡക്റ്റിൻ്റെയോ സർവീസസോ എന്തെങ്കിലും റിസ്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് അത് നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനുവേണ്ടി പ്രിക്കോഷൻസ് എടുക്കാനും പറ്റും. ബെറ്റർ ഓപ്പറേഷണൽ എഫിഷ്യൻസി, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ഓപ്പറേഷൻസ് എല്ലാം നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാം. ബിഗ് ഡേറ്റ എന്ന് പറഞ്ഞൊന്നുമില്ല, ഏതെങ്കിലും ഒരു ഫീൽഡിനെ സംബന്ധിച്ച് അതുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ഡേറ്റാസും, അതിനാണ് ഹ്യൂജ് ഡേറ്റ അല്ലെങ്കിൽ ലാർജ് ഡേറ്റ എന്നൊക്കെ പറയുന്നത്, എല്ലാ ഡേറ്റാസും അതിൽ തന്നെയുണ്ട്. അതിനെ അനാലിസിസ് ചെയ്തിട്ട് നമുക്ക് ബിസിനസ് ഫീൽഡിലൊക്കെ വേണ്ടി ഇമ്പ്രൂവ്മെൻറ്റ്സും പ്രിക്കോഷൻസും ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, then characteristics of big data. First one is volume. The name big data itself is related to a size which is enormous. Big data size എന്ന് പറയുന്നത് it's enormous size. Okay, then it's variety. Variety refers to a heterogeneous sources and the nature of data, both structured and unstructured. അപ്പോൾ വെറൈറ്റി എന്ന് പറയുന്നത് ഡേറ്റ എന്ന് പറയുന്നത് ഹെട്രോജിനിയസ് ആണ്, അതായത് ഒരേ കാറ്റഗറിയിലുള്ളതല്ല, പല കാറ്റഗറിയിലുള്ള ഡേറ്റാസാണ് ബിഗ് ഡേറ്റ എന്ന് പറയുന്ന പ്രോസസ്സിങ് ഹാൻഡിൽ ചെയ്യുന്നത്. അത് സ്ട്രക്ചേർഡ് ആവാം, അൺസ്ട്രക്ചേർഡ് ആവാം, അല്ലെങ്കിൽ രണ്ട് രീതിയിലുള്ളതും ആവാം. ഓക്കെ, ഡ്യൂറിങ് ഏർലിയർ ഡേയ്സ് സ്പ്രെഡ്ഷീറ്റ്സ് ആൻഡ് ഡേറ്റാബേസസ് വെയർ ദ ഓൺലി സോഴ്സസ് ഓഫ് ഡേറ്റ കൺസിഡേർഡ് ബൈ മോസ്റ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻസ് ആസ് സ്ട്രക്ചേർഡ് ബിഗ് ഡേറ്റ ടൈപ്പ്. അപ്പോൾ നേരത്തെ എന്നൊക്കെ പറയുന്നത് സ്പ്രെഡ്ഷീറ്റ്, ഡേറ്റാബേസ് ഇങ്ങനെയുള്ള സോഴ്സൊക്കെയാണ് നമ്മളെ ആപ്ലിക്കേഷൻസിലെ ബിഗ് ഡേറ്റ ടൈപ്പ്, അതുപോലെയുള്ള ഡേറ്റാസിനെ അനലൈസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, nowadays data in the form of emails, photos, videos, monitoring devices, PDF, audios, etc. are also being considered in the analysis application. അപ്പോൾ നേരത്തെ എന്നൊക്കെ പറയുന്ന ഒരു വേർഡ് ഫയൽ അങ്ങനെയൊക്കെ മാത്രമേ നമുക്ക് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഒരു ഡേറ്റയെ സംബന്ധിച്ചിടത്തോളം വെറൈറ്റി ഓഫ് ഇൻഫർമേഷൻസ് ഉണ്ട്. അത് ഇമെയിൽ ആവാം, ഫോട്ടോസ് ആവാം, വീഡിയോസ് ആവാം, വേറെ എന്ത് ഡിവൈസ് വഴി വരുന്ന ഡേറ്റാസ്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ഹാൻഡിൽ ചെയ്യണം. This variety of unstructured data process certain issues for storage, mining and analyzing data. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അൺസ്ട്രക്ചേർഡ് ഡേറ്റാസ് എന്ന് പറയുന്നത് കുറച്ച് ഇഷ്യൂസ് ഉണ്ടാക്കും. സ്റ്റോറേജ് ഇഷ്യൂസും മൈനിങ്ങും അനലൈസിങ്, അത് ഇതെല്ലാം സ്റ്റോർ ചെയ്യാനും അതിൽ നിന്ന് കറക്റ്റ് ഡേറ്റയെ മൈൻ ചെയ്തെടുക്കാനും അനലൈസ് ചെയ്യാനും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ബിഗ് ഡേറ്റ ആയതുകൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് കാറ്റഗറിസ് ഇസ് വെലോസിറ്റി, മീൻസ് സ്പീഡ് ഓഫ് ജനറേഷൻ ഓഫ് ഡേറ്റ, ഹൗ ഫാസ്റ്റ് ദ ഡേറ്റ ഇസ് ജനറേറ്റഡ് ആൻഡ് പ്രോസസ് ടു മീറ്റ് ദി ഡിമാൻഡ്സ്. അപ്പോൾ എത്രയും എളുപ്പത്തിലാണോ ഡേറ്റാസ് ക്രിയേറ്റ് ചെയ്യുന്നത് അത്രയും അനുസരിച്ച് എൻ്റെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അത് ഇത്ര ഫാസ്റ്റായിട്ടാണ് ഡേറ്റ ഇങ്ങനെ നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതും റിട്രീവ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഓക്കെ, വേരിയബിലിറ്റി, ദിസ് റെഫേഴ്സ് ടു ദി ഇൻകൺസിസ്റ്റൻസി വിച്ച് ക്യാൻ ബി ഷോൺ ബൈ ദ ഡേറ്റ അറ്റ് ടൈംസ്. ഓരോ ടൈമിൽ ഡേറ്റാസിൻ്റെ കൺസിസ്റ്റൻസിയിൽ മാറുന്ന വ്യത്യാസമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് മാത്രമേ അക്സെപ്റ്റ് ചെയ്യൂ അങ്ങനെയുള്ള ഡിമാൻഡ്സ് ഒന്നുമില്ല, എല്ലാ ടൈപ്പ് ഡേറ്റാസും ബിഗ് ഡേറ്റ പ്രോസസ്സിങ്ങിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, IoT. എന്താണ് IoT? ഇൻ്റർനെറ്റ് റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഫീൽഡും കാര്യങ്ങളും എല്ലാം IoTയിൽ വരും. ഓക്കെ, ദ IoT കൺസെപ്റ്റ് വാസ് ഇനിഷ്യലി പ്രപ്പോസ്ഡ് ബൈ എ മെമ്പർ ഓഫ് ദ റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ RFID development community in 1999. And now it has to become more relevant to the practical world as the use of mobile devices, embedded devices, communication, cloud computing and data analytics are increased. അതായത് നമ്മുടെ RFID ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് നമുക്കിങ്ങനെ ഒരു IoT എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ പ്രാക്ടിക്കൽ വേൾഡിൽ ഉപയോഗിക്കുന്ന ഡേറ്റാസ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിവൈസസ് എന്ന് വരുന്നതാണ്. മൊബൈൽ ഡിവൈസസ് ഉണ്ട്, എംബഡഡ് ഡിവൈസസ് ഉണ്ട്, അല്ലാതെയുള്ള കമ്മ്യൂണിക്കേഷൻ മീഡിയംസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ഓഫ് ഏരിയാസിൽ നിന്നാണ് നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നത്. സോ ഇൻ്റർനെറ്റ് കണക്ട്സ് ഓൾ പീപ്പിൾ മീൻസ് ഇൻ്റർനെറ്റ് ഓഫ് പീപ്പിൾ. IoT കണക്ട്സ് ഓൾ തിങ്സ് മീൻസ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. അപ്പോൾ ഇൻ്റർനെറ്റ് ഏത് തരത്തിലുള്ള ആൾക്കാർക്കും ഏത് തരത്തിലുള്ള ഡേറ്റ വേണമെങ്കിലും കിട്ടാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു കണക്ഷനെയാണ് നമ്മൾ IoT എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ്റർകണക്ഷൻ ഓഫ് തിങ്സ്, ഒബ്ജക്ട്സ്, machines, example sensors, mobile phones, electronic devices, home appliances, any existing items and interact with each other via internet. Internet വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എല്ലാം IoTയിൽ വരും. Internet of Things technology can include any sensor, electronic device or software which are connected to the internet and can be utilized remotely and can exchange data. Here device works themselves without human intervention ഫോർ ദ വെൽഫെയർ ഓഫ് ദി ഹ്യൂമൻസ്. അപ്പോൾ IoT എന്ന് പറയുന്നത് എല്ലാ ടൈപ്പ് ഓഫ് ഡിവൈസുകളും ഇൻഫർമേഷൻസും ഒക്കെ പെടും. അതിൽ സെൻസേഴ്സ് ഉണ്ട്, ഡിവൈസസ് ഉണ്ട്, ഇലക്ട്രോണിക് ഡിവൈസസ് ഉണ്ട്.
സോഫ്റ്റ്വെയർ ഉണ്ട്. പിന്നെ അതുമായിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്ത് റിമോട്ട്ലി ആക്സസ് ചെയ്യുന്നില്ല ഇൻഫർമേഷൻ എക്സ്ചേഞ്ചും ഒക്കെ ഇതിൽ പെടും. ഇതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. മേജർ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? വെരി ലാർജ് സ്കെയിലാണ്, ഹെറ്ററോജനിറ്റി, പെർവാസിവിറ്റി, കമ്പ്യൂട്ടിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് എംബഡഡ് ഇൻ അവർ എൻവയൺമെൻറ്റ്. എല്ലാ ഡീറ്റെയിൽസും അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിലും ബട്ട് ദീസ് എക്സിക്യൂഷൻസ് ക്യാൻ ബി ഡൺ ഓൺ അവർ നമ്മുടെ എൻവയൺമെൻറ്റ് ഏതാണോ ആ എൻവയൺമെൻറ്റ് അനുസരിച്ച് IoTയിൽ കാര്യങ്ങൾ നടത്താൻ പറ്റും. ഹെറ്ററോജനിറ്റി എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റാസിനെ ഹാൻഡിൽ ചെയ്യുന്നു. വെരി ലാർജ് സ്കെയിൽ, ഒരുപാട് വലിയ ഡേറ്റാസിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഹൗ ഡസ് ദി ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് വർക്ക്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ ഫീൽഡിലാണ് IoT വർക്ക് ചെയ്യുന്നത് നോക്കാം. സോ ഇത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഈസ് ആൻ അഗ്രിഗേഷൻ ഓഫ് ഇൻ്റർനെറ്റ് എനേബിൾഡ് സെൻസേഴ്സ്, സ്മാർട്ട് ഡിവൈസസ് ആൻഡ് സോഫ്റ്റ്വെയർ ദറ്റ് ക്യാൻ ബി മാനിപ്പുലേറ്റഡ് ബൈ സ്ക്രിപ്റ്റ് ആപ്ലിക്കേഷൻസ് ആൻഡ് യൂസർ ഇൻ്റർഫേസസ് അക്രോസ് ലോങ് ഡിസ്റ്റൻസസ്. അപ്പോൾ നമ്മൾ നമ്മുടെ വർക്കിങ്ങിന് വേണ്ടി മാനിപ്പുലേറ്റ് ചെയ്യുന്ന സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ IoTയിൽ വരും. പക്ഷേ ഇതെല്ലാം എന്താണ്? ഇൻ്റർനെറ്റ് എനേബിൾഡ് സെൻസേഴ്സും സ്മാർട്ട് ഡിവൈസസും ഒക്കെ വേണം ഇത് ഹാൻഡിൽ ചെയ്യാൻ. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എവിടേക്കാണെന്ന് നോക്കാം. സ്മാർട്ട് ഹൗസ്. എന്താ സ്മാർട്ട് ഹൗസ്? സപ്പോസ് വി ആർ നോട്ട് അറ്റ് ഹോം ആൻഡ് ഡൗട്ട്സ് സ്റ്റാർട്ടിങ് ഇൻ അവർ മൈൻഡ്. അത് നമ്മുടെ അമ്മമാർക്ക് സ്ഥിരം ഉണ്ടാകാറുള്ള ഡൗട്ടുകളാണ്. എവിടെയെങ്കിലും നമ്മൾ യാത്രയ്ക്ക് ഇറങ്ങുമ്പോഴായിരിക്കും നമുക്ക് തോന്നുന്നത് ആ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടോ, ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരില്ലേ. അപ്പോൾ ഇത്തരം ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം ഇൻ്റർനെറ്റ് വഴി നമുക്ക് അപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ വി കൻ കണക്ട് ദ ഡിവൈസസ് ആൻഡ് അപ്ലയൻസസ് ഇൻ അവർ ഹോം so they can communicate with each other and with us and can work with the commands given our smartphone remotely. അപ്പോൾ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യണമെന്ന് എന്താണ്? നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഡിവൈസുകളും, നമ്മുടെ മൊബൈൽ ഫോണും ബാക്കിയുള്ള ഹോൾ ഡിവൈസസ് എല്ലാം എന്താണ്? നെറ്റ്വർക്കുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോൺ വഴി പറയാം സ്വിച്ച് ഓഫ് ദ AC അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ദ ഗ്യാസ് എന്നൊക്കെ പറഞ്ഞാൽ തിരിച്ച് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ റിപ്ലൈ ഒക്കെ തരാൻ പറ്റും. അപ്പോൾ എല്ലായിടത്തും കുറേ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പിടിപ്പിക്കേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് വൺ സ്മാർട്ട് കാർ. നമുക്ക് കേട്ടുള്ളതാണ് ഡ്രൈവർലെസ് കാർ വെയർ ടാക്സീസ് വർക്ക് ബേസ്ഡ് ഓൺ AI ആൻഡ് ടേക്ക് പാസഞ്ചേഴ്സ് സേഫ്ലി ആൻഡ് ആക്യുറേറ്റ്ലി ടു ദ ഡിസൈർഡ് ഡെസ്റ്റിനേഷൻ. അതായത് ഇതൊരു പ്രോട്ടോടൈപ്പാണ്. ഈ ഡ്രൈവറില്ലാത്ത കാറിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കാണും അല്ലേ? ഡ്രൈവറില്ല, പക്ഷേ പാസഞ്ചേഴ്സിനെ എല്ലാവരും വണ്ടിയിൽ കറക്റ്റായിട്ടുള്ള അവർക്ക് എവിടെയാണോ ഇറങ്ങേണ്ടത് ആക്യുറേറ്റ് പ്ലേസിലും കാര്യങ്ങളൊക്കെ ഡിസൈഡ് ലൊക്കേഷനിലൊക്കെ അവർ ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഭാവിയിൽ വന്നേക്കാം. യൂറോപ്യൻ കൺട്രീസിലൊക്കെ വർക്കൗട്ടായി വരുന്നു, നമ്മുടെ കൺട്രിയിലും വരാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ആപ്ലിക്കേഷൻ ഓഫ് IoT. എൽഡർലി കെയർ. എന്താണ് എൽഡർലി കെയർ? നേരത്തെയുള്ള പരിഗണന. പേഷ്യൻ്റ് സർവൈലൻസ് ക്യാൻ ബി ലൈഫ് സേവിങ്, ഓട്ടോമാറ്റിക്കലി ഡിറ്റക്റ്റിംഗ് വെൻ someone falls down or when they begin to experience a heart attack so that emergency care can be sent immediately. കണ്ടോ, ഇപ്പോൾ ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ പോകുന്നു എന്ന് കാണുമ്പോൾ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ കൊടുക്കാം. അപ്പോൾ ആരെങ്കിലും വീഴാൻ പോകുന്നു എന്ന് കാണുമ്പോൾ തന്നെ അയ്യോ ഒരാൾ വീഴാൻ പോകുന്നുണ്ട്, അതിലൊരു നോട്ടിഫിക്കേഷൻ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ IoT വെച്ച് ഡെവലപ്പ് ചെയ്യാതെടുക്കാൻ പറ്റും. മേ ബി പല കൺട്രീസിലും ഡെവലപ്ഡ് ആയിരിക്കും, യൂറോപ്യൻ കൺട്രീസിൽ. പക്ഷേ നമ്മളത് ഡെവലപ്പിംഗ് കൺട്രി ആയതുകൊണ്ട് ഇപ്പോൾ ഡെവലപ്പിംഗ് മാറ്റി അണ്ടർ ഡെവലപ്ഡിലാണ് നമ്മുടെ കൺട്രി. അപ്പോൾ അതുകൊണ്ട് ടൈം എടുക്കും ഈ പറഞ്ഞ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ AIയുടെയും IoTയുടെ ആപ്ലിക്കേഷൻസൊക്കെ വൈഡ് വെറൈറ്റിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി. നെക്സ്റ്റ് വൺ ഈസ് ഡിസാസ്റ്റർ വാർണിംഗ്. സോ സെൻസേഴ്സ് ക്യാൻ കളക്ട് ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ അബൌട്ട് ദ എൻവയൺമെൻറ്റ് allowing for early detection of environmental disasters like earthquakes, tsunamis. അത് നമുക്കിപ്പോഴും ചെറിയ രീതിയിലുണ്ട്. അതായത് എൻവയൺമെൻറ്റൽ ഡിസാസ്റ്റേഴ്സിനെ പറ്റി നേരത്തെ അതുണ്ടാകുന്നതിന് മുമ്പേ ചെറിയൊരു സൂചന അല്ലെങ്കിൽ ഒരു ക്ലൂ തരാൻ നമുക്ക് ഈ പറഞ്ഞ ഡിവൈസുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെക്നിക്കുകൾ വഴി പറ്റും. ഡെലിവറി ഡ്രോൺസ് ബീങ് യൂസ് ടു ഡെലിവർ ഐറ്റം വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്മാർട്ട് ഗ്രിഡ് ജിയോസ്പേഷ്യൽ ഡേറ്റ. ഡ്രോൺസൊക്കെ നിങ്ങൾ എവിടെയും മൂവീസിലോ അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ കണ്ടു കാണും. അപ്പം നമ്മൾ മൊബൈൽ വഴി കൺട്രോൾ ചെയ്യുന്ന ഡ്രോൺസിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഐറ്റം വേണ്ട സ്ഥലത്ത് കറക്റ്റായിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് എ സ്മാർട്ട് സിറ്റി. It's a framework predominantly composed of information and communication technologies to develop, deploy and promote sustainable development practice to address growing urbanization challenges. അതായത് നമ്മുടെ എല്ലാ റിക്വയർമെൻറ്റ്സും ഫ്രെയിംവർക്കും എല്ലാം കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, ഓവറാക്കി കളയാതെ. ഓക്കെ, അങ്ങനെയുള്ളൊരു
തോട്ട് കൊടുക്കുന്നതാണ് നമ്മുടെ സ്മാർട്ട് സിറ്റി. ഓക്കെ, എ ബിഗ് പാർട്ട് ഓഫ് ദിസ് ICT framework ഈസ് എസെൻഷ്യലി ആൻ ഇൻ്റലിജൻറ്റ് നെറ്റ്വർക്ക് ഓഫ് കണക്റ്റഡ് ഒബ്ജക്ട്സ് ആൻഡ് മെഷീൻസ് that transmit data using wireless technology and the cloud. ഇവിടെ ഡേറ്റാസ് എല്ലാം എങ്ങനെയാണ്, ഒന്നില്ലെങ്കിൽ വയർലെസ് ടെക്നോളജി അല്ലെങ്കിൽ ക്ലൗഡ് വഴിയാണ് നമ്മൾ ഡേറ്റാസിന് എപ്പോഴും ഷെയർ ചെയ്യുന്നത്. എല്ലാ ഡിവൈസസും കണക്റ്റഡ് ആയിക്കണം, എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും ഡേറ്റാസ് നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. ദാറ്റ്സ് വൈ വി ആർ സ്റ്റോറിങ് എവറിത്തിങ് ഇൻ ഗൂഗിൾ ഡ്രൈവ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഇത് കഴിഞ്ഞല്ലോ അല്ലേ. വാട്ട് ഈസ് ആൻ IoT പ്ലാറ്റ്ഫോം? ഒരു IoT പ്ലാറ്റ്ഫോം എങ്ങനെയാണെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. ഡിവൈസ് ഉണ്ട്, വൈഫൈ ഓർ സെല്ലുലർ കണക്ടിവിറ്റി ഉണ്ട്, IoT ഡിവൈസ്, ക്ലൗഡ് ഉണ്ട്, ആപ്സ്, തേർഡ് പാർട്ടി സർവീസസ്. ഇങ്ങനെയാണ് നമ്മുടെ IoT വരുന്നത്. ഡിവൈസസ് നെറ്റ്വർക്ക് വഴി തേർഡ് പാർട്ടി ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഇൻ്റഗ്രേറ്റഡ് സർവീസ് വിച്ച് ഓഫേഴ്സ് ദ തിങ്സ് ടു ബ്രിങ് ഫിസിക്കൽ ഒബ്ജക്ട്സ് ഓൺലൈൻ. Okay, so it is an integrated service. The integrated service ആണ് which offers the things to bring physical objects online. നമുക്ക് ചെന്നെടുത്ത് കൊണ്ടുവരാൻ പറ്റാത്ത ഒബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ അത് നമുക്ക് അവർ വീട്ടിൽ കൊണ്ട് തരും. ഇറ്റ് ഈസിലി അലൗ ദ കോൺഫിഗർ ഡിവൈസസ് ഓർ മെഷീൻ ടു മെഷീൻ കമ്മ്യൂണിക്കേഷൻ ത്രൂ മില്യൺസ് ഓഫ് ഡിവൈസസ് കണക്ട് സൈമൾട്ടേനിയസ്ലി. സോ ഇപ്പോൾ നമ്മൾ ഡിവൈസസ് കോൺഫിഗർ ചെയ്തെങ്കിൽ മാത്രമേ മെഷീൻ ടു മെഷീൻ കമ്മ്യൂണിക്കേഷൻ നടക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം വേസ്റ്റായിട്ട് പോകും. ഇനി വാട്ട് ഈസ് എൻ IoT പ്ലാറ്റ്ഫോം? സോ സെൻസേഴ്സ് ആർ യൂസ്ഫുൾ ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഡിവൈസസ് ഇൻ ഓർഡർ ടു ഫെച്ച് ദ ഡേറ്റ. അപ്പോൾ സെൻസേഴ്സ് ആണ് നമ്മുടെ ഈ ഒരു ടെക്നിക്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. ദ ഡേറ്റ ക്യാൻ ബി റിയൽ ടൈം വിച്ച് ഇൻക്ലൂഡ്സ് ദ കറൻറ്റ്, ടെമ്പറേച്ചർ, പ്രഷർ, ഹ്യൂമിഡിറ്റി. അപ്പോൾ റിയൽ ടൈം ഡേറ്റാസിൽ ഈ പറഞ്ഞ ഇൻഫർമേഷൻസാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ദെൻ ലിസ്റ്റ് ഓഫ് സെൻസേഴ്സ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ ദ IoT ഡിവൈസസ്. അപ്പോൾ IoT ഡിവൈസസിൽ നമ്മൾ ഏതൊക്കെ സെൻസേഴ്സാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ടെമ്പറേച്ചർ സെൻസർ, പ്രഷർ സെൻസർ, പ്രോക്സിമിറ്റി സെൻസർ, ആക്സിലറോമീറ്റർ ആൻഡ് ഗൈറോസ്കോപ്പ് സെൻസർ, IR സെൻസർ, ഒപ്റ്റിക്കൽ സെൻസർ, ഗ്യാസ് സെൻസർ, സ്മോക്ക് സെൻസർ. അപ്പോൾ ഇത്രയും സെൻസേഴ്സാണ് നമ്മുടെ ഗോപ്പ് കൺസെപ്റ്റിലും ഈ സെൻസേഴ്സാണ് നമ്മുടെ IoT കൺസെപ്റ്റിലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ പറഞ്ഞ സെൻസേഴ്സൊക്കെ IoTയിലുണ്ട്. ക്ലിയർ? നെക്സ്റ്റ് വൺ IoT പ്ലാറ്റ്ഫോം ടൈപ്സ്. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് പ്ലാറ്റ്ഫോമാണ് IoTയിലുള്ളത്? End-to-end IoT platforms provide the hardware, software connectivity, security and device management tools to handle connection of മില്യൺസ് ഓഫ് കൺകറൻറ്റ് എന്ന് വെച്ചാൽ അറ്റ് എ ടൈമിൽ വർക്ക് ചെയ്യുന്ന മോർ ദാൻ വൺ ഡിവൈസസിനെ, മോർ ദാൻ ടു ഡിവൈസസ് അല്ലെങ്കിൽ മോർ ദാൻ ടു സോഫ്റ്റ്വെയർസിനൊക്കെയാണ് കൺകറൻറ്റ് എന്ന് പറയുന്നത്. ഒരു ടൈമിൽ രണ്ടിൽ കൂടുതൽ കാര്യം ചെയ്യുന്നതാണ് കൺകറൻസി. സോ end-to-end IoT പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് പ്രൊവൈഡ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ കണക്ടിവിറ്റി, സെക്യൂരിറ്റി ആൻഡ് ഡിവൈസ് മാനേജ്മെൻറ്റ് ടൂൾസ് ടു ഹാൻഡിൽ കണക്ഷൻ ഓഫ് മില്യൺസ് ഓഫ് കൺകറൻറ്റ് ഡിവൈസസ്. കൺകറൻറ്റ് ഡിവൈസസിൽ ഈ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ കണക്ടിവിറ്റി ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണ് end-to-end IoT പ്ലാറ്റ്ഫോം. നെക്സ്റ്റ് വൺ കണക്ടിവിറ്റി മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോം എന്താണ്? ഇറ്റ് ഓഫേഴ്സ് ലോ പവർ ആൻഡ് ലോ കോസ്റ്റ് കണക്ടിവിറ്റി മാനേജ്മെൻറ്റ് സൊല്യൂഷൻസ് ത്രൂ വൈഫൈ ആൻഡ് സെല്ലുലർ ടെക്നോളജീസ്. അപ്പോൾ വൈഫൈ, സെല്ലുലർ ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ലോ പവർ ആൻഡ് ലോ കോസ്റ്റിലുള്ള കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് കണക്ടിവിറ്റി മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോം. നെക്സ്റ്റ് വൺ IoT ക്ലൗഡ് പ്ലാറ്റ്ഫോം. So it's aim to get rid of the complexity of building our own complex network. അപ്പോൾ ക്ലൗഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ കോംപ്ലക്സിറ്റിയിൽ അവോയ്ഡ് ചെയ്തിട്ട് എല്ലാം ഒരു ക്ലൗഡ് നെറ്റ്വർക്കിൽ സേവ് ചെയ്തിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസും സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നതാണ് IoT ക്ലൗഡ് പ്ലാറ്റ്ഫോം. നെക്സ്റ്റ് വൺ ഈസ് ഡേറ്റ പ്ലാറ്റ്ഫോം. ഇറ്റ് ഡീൽസ് വിത്ത് ഡേറ്റ ഇൻ സം വേ വിത്ത് ദ ടൂൾസ് വി നീഡ് ടു റൂട്ട് devices, data and manage or visualize data analytics. അപ്പോൾ ഡേറ്റ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഡേറ്റ ഹാൻഡിൽ ചെയ്യണം. അത് എങ്ങോട്ടാണ് റൂട്ട് ചെയ്യുന്നത് വെച്ചാൽ അങ്ങോട്ട് റൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ ആണെങ്കിൽ വിഷ്വലൈസ് ചെയ്യുക, അനാലിസിസ് ആണെങ്കിൽ അനലൈസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ഡേറ്റ പ്ലാറ്റ്ഫോം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഇത് വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ളതൊക്കെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുക, വായിച്ച് നോക്കിയിട്ട് ഡൗട്ട്സ് വരെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഓക്കെ ചിൽഡ്രൻ,
Take care and bye bye. Thank you.